നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാവായ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനെതിരെ ഗുരുതര ആരോപണം. മോശം അനുഭവമുണ്ടായതായി ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്നാണ് മകൻ പറയുന്നത്. കൂടുതൽ മൊഴിയെടുത്ത ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. നെയ്യാറ്റിൻകര നഗരസഭയിലെ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കോൺഗ്രസ് നേതാവുമായ ജോർജ് ഫ്രാങ്ക്ലിനെതിരെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണം. ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കുറിപ്പിലുണ്ടെന്ന് മകൻ പറയുന്നു. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുവാൻ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പ്രതികരണം. ആരോപണം ജോർജ് ഫ്രാങ്ക്ലിൻ നിഷേധിച്ചു. സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് വാദം. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ വീട്ടമ്മ പൊള്ളലേറ്റ് മരിച്ചത്. വീട്ടിലെ പാചകവാതക സിലിണ്ടറിൽ നിന്ന് ഇന്ധനം ചോർന്നു മരിച്ചതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ കുറിപ്പ് കണ്ടെടുത്തതോടെയാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തിയത്. 3 മാസം മുൻപ് വീട്ടമ്മ ഒരു ബേക്കറി തുടങ്ങിയിരുന്നു. ജോർജ് ഫ്രാങ്ക്ലിൻ പ്രസിഡന്റായ സൊസൈറ്റി വഴി വീട്ടമ്മ വായ്പയ്ക്ക് ശ്രമിച്ചിരുന്നതായും വിവരമുണ്ട്. പെരുമ്പഴുതൂർ മുട്ടയ്ക്കാട് കെൻസ ഹൌസിൽ 52-കാരി സലിതാകുമാരിയാണ് മരിച്ചത്. ഈ പ്രാദേശിക നേതാവിന്റെ മോശം പ്രവൃത്തിയാണ് ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ഈ കുറിപ്പിൽ പരാമർശിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ടെക്നോ പാർക്കിൽ ജോലി ചെയ്ത മകൾ മേഘയ്ക്ക് പുലർച്ചെ 2:30 ജോലിക്ക് പോകേണ്ടതിനാൽ 2 മണിയോടെ ഉണർന്ന് സലിത പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നു. മകളെ വിട്ട ശേഷം ഇവർ വീണ്ടും ഉറങ്ങാൻ കിടന്നു. ശേഷം 5 മണിയോടെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കാൻ അടുപ്പ് കത്തിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. തീപ്പൊള്ളലേറ്റ സലിതകുമാരിയുടെ നിലവിളി കേട്ട് അടുത്ത മുറിയിൽ ഉറങ്ങിക്കിടന്ന മകൻ രാഹുൽ അടുക്കളയിൽ എത്തുമ്പോഴേക്കും ശരീരത്തിലും വസ്ത്രങ്ങളും അടക്കം തീ പടർന്നു പിടിച്ചിരുന്നു. ഉടൻ തന്നെ അയൽക്കാരെ വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മകൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം ഗ്യാസ് അണയ്ക്കാൻ മറന്നിട്ടുണ്ടാകാം. പിന്നീട് എണീറ്റ് വീണ്ടും ചായയിടാൻ ശ്രമിച്ചപ്പോൾ ഗ്യാസിൽ നിന്ന് തീ പടർന്നതാകാം അപകടമെന്നതായിരുന്നു ആദ്യം വന്ന പ്രാഥമിക നിഗമനം. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്ന് കണ്ടെത്തിയത്. 2 മക്കളും സലിതയും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസം. പരേതനായ കെന്നത്താണ് ഭർത്താവ്. നഗരസഭ നൽകിയ 3 സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു ഇവരുടെ താമസം. 3 മാസം മുൻപ് വീടിന് സമീപത്തായി സലിത ഒരു തട്ടുകട നടത്തി വരികയായിരുന്നു. ടെക്നോ പാർക്കിൽ ജോലി ഉണ്ടായിരുന്ന മകൻ രാഹുൽ ജോലി ഉപേക്ഷിച്ച് കടയിൽ അമ്മയെ സഹായിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതായി നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നെയ്യാറ്റിൻകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജോർജ് ഫ്രാങ്ക്ലിനെതിരെയാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. വായ്പ തരപ്പെടുത്തി നൽകാൻ സഹായിക്കാമെന്ന് പറഞ്ഞ നിരന്തരം ചൂഷണം ചെയ്തുവെന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഗ്യാസ് തുറന്നുവിട്ടതിനു ശേഷം വീട്ടമ്മ തീ കൊളുത്തി മരിച്ചത്. DCC ജനറൽ സെക്രട്ടറിയാണ് ഈ ആരോപണ വിധേയൻ. ഇയാളുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിൽ വായ്പ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഉപദ്രവം. ഫോറൻസിക് സംഘം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുറിപ്പുകൾ കണ്ടെത്തുകയായിരുന്നു. മകനും മകൾക്കുമായി 2 കുറിപ്പുകളാണ് എഴുതിയിരുന്നത്. സഹകരണ ബാങ്കിൽ വീട്ടമ്മയ്ക്ക് ചിട്ടിയുണ്ട്. ഒരു വായ്പയും നിലവിലുണ്ട്. മറ്റൊരു വായ്പയ്ക്ക് വീട്ടമ്മ അന്വേഷണം നടത്തുകയായിരുന്നു. ഇക്കാര്യം പറഞ്ഞാണ് കോൺഗ്രസ് നേതാവ് ഫ്രാങ്ക്ലിൻ ചൂഷണം നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവത്തിൽ ഈ കോൺഗ്രസ് നേതാവിനെതിരെ ഈ 52-കാരിയുടെ മകനും രംഗത്തെത്തിയിരുന്നു. ജോർജ് ഫ്രാങ്ക്ലിൻ അമ്മയെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. രാത്രി സമയങ്ങളിലും അമ്മയെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തി. അമ്മയെ ലൈംഗികമായ കാര്യങ്ങൾക്ക് നിർബന്ധിച്ചു. വല്ലാത്ത ഉപദ്രവം ജോർജ് ഫ്രാങ്ക്ലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. രാത്രി 11 മണിക്ക് ശേഷമൊക്കെ അമ്മയെ ഫോണിൽ വിളിച്ച് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. വീടിന് മുന്നിൽ ബൈക്കിലെത്തി അമ്മയെ ഭീഷണിപ്പെടുത്തി. പിന്നീട് അമ്മ വായ്പ അപേക്ഷയുമായി പോകാതെയായി. തനിക്കും സഹോദരിക്കും 2 കത്തുകൾ അമ്മ എഴുതി വെച്ചിരുന്നു. അമ്മയെ നഷ്ടപ്പെട്ട തനിക്ക് നീതി വേണമെന്നാണ് മകൻ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ മറ്റു ചില സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചികിത്സയിലിരുന്ന ഭാര്യയെ ആശുപത്രിയിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ചു. കാരക്കുളം ഹൈസ്കൂൾ ജംഗ്ഷൻ അനുഗ്രഹയിൽ 63-കാരിയായ ജയന്തിയെ കൊലപ്പെടുത്തിയ ശേഷം 73-കാരനായ ഭർത്താവ് ഭാസുരാങ്കൻ ആശാരി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. രോഗവും നിരന്തര ചികിത്സകളും കാരണമുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ഈ കൊലപാതകത്തിനും ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. വൃക്ക രോഗത്തെ തുടർന്ന് ചേച്ചിക്ക് ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ഇനിയുള്ള സർജറിക്ക് 5 ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ജയന്തിയുടെ സഹോദരിയുടെ പ്രതികരണം. ചികിത്സാ ചെലവുകൾക്കായി കുടുംബം ബുദ്ധിമുട്ടുകയായിരുന്നു. ഇതുവരെ വലിയ അടുപ്പമായിരുന്നു. ചേച്ചിക്ക് ഭക്ഷണം നൽകിയിരുന്നത് ചേട്ടനാണ്. ഇന്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേച്ചിയെ കാണിക്കാൻ OP ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുവെന്നും ഗിരിജ പറയുന്നു. നാട്ടിലെ പൊതുപരിപാടികളിൽ സജീവമാർന്ന ഭാസുരാങ്കൻ പുരുഷ സംഘത്തിലെ അംഗമായിരുന്നു. രോഗം കാരണം അനുഭവിക്കുന്ന കഷ്ടതകളും സാമ്പത്തിക ബാധ്യതയുമാകാം ഭാര്യയെ കൊലപ്പെടുത്തുവാനും ജീവനൊടുക്കുവാനും ഭാസുരാങ്കനെ പ്രേരിപ്പിച്ചതെന്ന് ബന്ധുക്കൾ കരുതുന്നു.
വൃക്ക തകരാറിലായതോടെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജയന്തിക്ക് ഡയാലിസിസ് ആരംഭിച്ചത്. രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ 1-ന് ഉച്ചയ്ക്ക് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഡയാലിസിസിന് കയ്യിൽ ട്യൂബിട്ടതുമായി ബന്ധപ്പെട്ട് അണുബാധയുണ്ടായി. തുടർന്ന് കഴിഞ്ഞ 5-ാം തീയതി ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞു. വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വലിയ തുക കണ്ടെത്തേണ്ടിയിരുന്നു. ആഴ്ചയിൽ 2 ഡയാലിസിസ് ആണ് നടത്തിയിരുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതിനാൽ ചികിത്സയ്ക്ക് വലിയ പണം തന്നെ ചിലവായി. തുടർന്ന് ചികിത്സയ്ക്ക് സാമ്പത്തികമായി കുടുംബം ബുദ്ധിമുട്ടുകയായിരുന്നു. ചികിത്സ നടത്തിയതിൽ കടമുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. മുൻപ് മരപ്പണി കരാർ ചെയ്തിരുന്നുവെങ്കിലും പ്രായത്തിന്റെ അവശത കാരണം കുറച്ചുകാലമായി ജോലിക്കൊന്നും പോയിരുന്നില്ല. ഇതിനിടെ പക്ഷാഘാതം കാരണം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു. രോഗം ഭേദപ്പെട്ടുവെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുടർന്ന് പുലർച്ചെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു ദാരുണ സംഭവം അരങ്ങേറുകയായിരുന്നു. ജയന്തി കഴിഞ്ഞ 1-നാണ് ഈ ഡയാലിസിസിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ട്യൂബ് കൊണ്ട് കഴുത്തിൽ കുരുക്കിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്.